ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം എന്താ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി പൂയംകുട്ടിക്ക് വേണം കേട്ടോ. കുറച്ചൊരു അവിടെ ലിപ്സ്റ്റിക്കോ എന്തൊക്കെയൊക്കെ ഇട്ട് റെഡി ആക്കിക്കൊണ്ടിരിക്കണു. റെഡി ആവണേ എൻ്റെ അമ്പലത്തിലാണ്. അവിടെ കുറച്ച് പേര്, ഇവിടെ കുറച്ച് പേര്. അത് നമ്മുടെ കുപ്പി വെള്ളമൊക്കെ എടുക്കുക. പകുതി ഒരാ വണ്ടിയിലാണ്, പകുതിയല്ല മുക്കാലും ഒരാ വണ്ടിയിലാണ്. ഞാനും കാക്കായും ബാഗും സാധനങ്ങളും ആക്റ്റീവയില്, ഇവരെല്ലാവരും കാറിൽ. എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ പൂയംകുട്ടി എന്ന് പറഞ്ഞ് വന്നിട്ട് പകുതി എത്തിയപ്പോൾ ബാക്കിൽ വന്ന ആൾക്കാർ ഇഞ്ചത്തൊട്ടി ആദ്യം ഇഞ്ചത്തൊട്ടി പോയിട്ട് ഇനി വേണം ഭൂത്താവിട്ട് വന്ന് പൂയംകുട്ടിക്ക് പോകാൻ. ശരിക്കും നമ്മൾ ഇഷ്ടം പോലെ പോയേക്കണ സ്ഥലമായിട്ട് ഇഞ്ചത്തൊട്ടി അല്ലേ. പിന്നെ കാണാത്തൊരൊക്കെ കാണട്ടെ. നമ്മൾ ജസ്റ്റ് എന്താ സഞ്ചികയിൽ എന്തെങ്കിലും കഴിക്കാൻ മേടിക്കാൻ വേണ്ടി വന്നത്. നമ്മൾ അവർ ഇഞ്ചത്തൊട്ടിക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളെ സഞ്ചികേൻ്റെ ഫ്രണ്ടിലാണ് നിന്നത്. ആ സമയം കൊണ്ട് ഒരു സ്പ്രൈറ്റും ഇതും കഴിക്കാൻ വേണ്ടി മേടിച്ചിട്ടുണ്ട്. ലാസ്റ്റ് പോന്ന് ഞങ്ങൾ ഫസ്റ്റ് എത്തിയിരിക്കുന്നു. ഇവിടെ എയർടെലിന് റേഞ്ചില്ല കേട്ടോ. എൻ്റെ ഇക്കാക്കാൻ്റെ ഫോൺ എയർടെലാണ്. ഞങ്ങൾക്ക് റേഞ്ചില്ല. ഇവിടെ വന്നപ്പോൾ ഞങ്ങളുടെ കൂടെ വന്ന ആരും കാണുന്നില്ല. ഇക്കാക്ക ഇതിപ്പോൾ ഏതോ ഒരു ബായിൻ്റെ ഫോൺ മേടിക്കാൻ പോയേക്കണേണെങ്കിൽ ഞങ്ങളുടെ ഫോണിന് എന്തായാലും റേഞ്ചില്ല. അപ്പം ഇതാണ് പൂയംകുട്ടി. നമ്മൾ ഇറങ്ങാനൊക്കെയുള്ള പ്ലാനിങ്ങിലായിട്ട് വന്ന ഡ്രസ്സൊക്കെ അതുകൊണ്ട് എടുത്തിട്ടുണ്ട്. പിന്നെ കൂടെ വന്ന 3 വണ്ടി ഉണ്ടായിരുന്നു, 3 വണ്ടി വന്നിട്ടില്ല. ഇപ്പം ഇക്കാവ് പറയണ എന്താണെന്നറിയോ, ഇനി അവരിതേപോലത്തെ വേറെ ഏതെങ്കിലും സ്ഥലത്ത് ഇറങ്ങിയിട്ടുണ്ടോയെന്ന് അറിയില്ല എന്നാട്ടോ. ഇനി പൂയംകുട്ടിയിൽ വേറെ സ്ഥലം ഉണ്ടോ ഇറങ്ങാൻ എനിക്കറിയില്ല ഗൈസ്. നമ്മൾ ഫോണിലായിട്ട് ഒരു 3-4 പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിട്ടോ അവരെ. പിന്നെ നമുക്ക് ഫോണിൽ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് കിട്ടിയില്ലല്ലോ. പിന്നെ ഇവിടെ വന്ന ഒരാളുടെ ഫോൺ മേടിച്ച് ഫോൺ വിളിച്ചപ്പോഴാണ് അവരോട് എത്താറായെന്ന് പറഞ്ഞത്. അപ്പം എന്താ ഇനി അവർ വന്നിട്ട് കാണാം. പെരുന്നാളായിട്ട് ഞങ്ങൾ വന്നത് പൂയംകുട്ടിയിൽ. വേറെന്താണ് ഞങ്ങൾ വന്നിട്ട് 1/2 മണിക്കൂർ കൂടുതലായി. ഇതുവരെ ആരും വന്നിട്ടില്ല. ഞങ്ങൾ അതുകൊണ്ടൊന്ന് പോയി നോക്കാൻ വേണ്ടി പോവുകയാണ്. പിന്നെന്താ, ഇപ്പോൾ വരാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കട്ടോ. കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഞങ്ങൾ ഇഞ്ചത്തൊട്ടിക്ക് പോയ വെച്ച് നോക്കുമ്പോൾ ഇഞ്ചത്തൊട്ടിനേക്കാളും എത്രയോ ഭേദം. പിന്നെ ഇഞ്ചത്തൊട്ടി നമ്മൾ സ്ഥിരം പോയതുകൊണ്ടായിരിക്കും കേട്ടോ നമുക്ക് വലിയ പിടുത്തമില്ലാത്തത്. അവർ വരാത്തത് ഞങ്ങൾ ഇറങ്ങിയിട്ടില്ല. അവരെവിടെയാണെന്ന് അറിയില്ല. ഇവരെന്ത് ചെയ്താന്ന് പറയും. ഇവരെ തപ്പി പോയിട്ട് ഇവര് വേറെ വഴിക്കല്ലേ. വെള്ളം വീട്ടിലോട്ട് ഇതിങ്ങനെ ഇരുന്ന കറങ്ങാൻ ഞങ്ങളെ മാങ്ങ ഉപ്പും മുളക് കിട്ടുന്നത്. ആദ്യം വന്ന് ഫോട്ടോ എടുത്തായിരുന്നോ? ആദ്യം വന്ന് ഫോട്ടോ എടുത്തായിരുന്നോ? ഇല്ല. അങ്ങോട്ട് പോകലോ, ഇവിടെ കളിക്കട്ടോ. കാണാൻ്റെ അവസ്ഥ എന്നാന്നറിയോ, അക്യൂറത്തിൽ ഇടാൻ വേണ്ടി ഇതിൻ്റെ അടിയിൽ നിന്ന് കല്ല് വറക്കുന്നു. പിന്നെ നമ്മുടെ ഫാമിലി കുറച്ചൊരു അവിടെ നിൽക്കണം കേട്ടോ, വെള്ളത്തിൽ ഇറങ്ങാത്തത്. കുറച്ചൊരു ഇവിടെ, കുറച്ചൊരു അവിടെ. ഞാൻ അവരവിടെ നിന്ന് മാങ്ങ ഇന്നാണ്. ഇത് എല്ലാവരും ഒരുവിധം എല്ലാവരും വെള്ളത്തിൽ ഇറങ്ങി.
അത്യാവശ്യം നല്ല ഒഴുക്കുണ്ട് കേട്ടോ വെള്ളത്തിന്. പിന്നെന്താണ്, തണുപ്പൊന്നുമില്ല. വേറെ കാണിക്കാനുള്ള അതാ പൂയംകുട്ടിയിൽ വന്നിട്ടുള്ള എക്സ്പീരിയൻസ് എന്നാന്ന് പറയാം. കുഴപ്പമില്ല, വെള്ളം കുറവുണ്ട്, ചില ഏരിയകളിൽ നല്ല ആഴമുണ്ട്. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ വലിയ തണുപ്പൊന്നുമില്ല കേട്ടോ വെള്ളത്തിന്. ഗൈസ്, എന്താ എല്ലാവരും ചായ കുടിക്കാനൊക്കെ ആയിട്ട് കയറിയതാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കൊന്നും വേണ്ടാത്തതിന് ഞങ്ങൾ വിട്ടിരിക്കുന്നു. ബാക്കിയുള്ളവർ ദോശ എന്തൊക്കെയൊക്കെ കഴിക്കണ്ടേ. ഇതേതാ എന്തോ കീർത്തി ഹോട്ടലോ അങ്ങനെ എന്താ കഴിച്ച പേര്, കുട്ടുമ്പുഴ. പിന്നെന്താ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. പിന്നെ ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണാം. ചേട്ടാ ബൈ.